ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കിടിലൻ ഇറച്ചിപ്പോളനാണ് കേട്ടോ. വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ, രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 സവാള, വലിയ സവാള തന്നെ കേട്ടോ, അത് ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കുനുകുനാ അരിഞ്ഞോളൂ കേട്ടോ സവാള. അപ്പോൾ അതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു 2 ഇറച്ചിപ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും 2 വലിയ സവാള കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു ഇറച്ചിപ്പോള ഉണ്ടാക്കണമെങ്കിൽ 2 സവാള എടുത്താൽ മതിയാവും. 2 വലിയ സവാളയും അതുപോലെ തന്നെ 2 പച്ചമുളക് ചതച്ചതൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാനിതിലൊരു 4 പച്ചമുളക് ചതച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും പകുതിച്ചെടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില നന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ കട്ട് ചെയ്യാൻ മറന്നുപോയി, പക്ഷേ ഞാൻ വീണ്ടും അതെടുത്തിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ പറയുന്ന അതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ എന്തായാലും പെർഫെക്റ്റായിട്ട് നല്ലൊരു അടിപൊളി ഇറച്ചിപ്പോള ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിലെ ഒരു മസാലക്കൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. വേറെ മസാലകളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം ഇത് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയും മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം ഒന്ന് സവാള ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ട് നല്ല രീതിയിലൊന്ന് വെന്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുവരെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒന്നാണ് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാൻ 2 എണ്ണത്തിൻ്റെ കൂട്ടായതുകൊണ്ടാണ് ഇത്രയും ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില ഇട്ട് 1 മിനിറ്റ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. അതിന് ശേഷം തണുത്തതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അവിടെ കുറച്ച് നേരം ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 8 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ മുട്ടയും ഞാനിതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 8 മുട്ടയും പൊട്ടിച്ചിട്ടുണ്ട്. 8 മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴും കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ സവാളയിൽ ഇടുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ മുട്ടയിൽ ചേർക്കുമ്പോൾ മുട്ടയിൽ ആവശ്യമായിട്ടുള്ള കുരുമുളകും ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സാധാ നോർമൽ വെള്ളം ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. നന്നായി കലക്കിയതിന് ശേഷം നമ്മൾ ഈ മുട്ടൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള സവാളൻ്റെ ആ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് ഞാൻ പകുതിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, വേറെ ഒന്നും കൂടെ ഉണ്ടാക്കാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പകുതി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചിക്കൻ ഞാനിവിടെ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്.
അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നുള്ളു കുരുമുളക് പൊടിയും കുറച്ച് ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എല്ലായിടത്തും കുറേ ഉപ്പാണ്ട് വാരി വലിച്ചിട്ടിട്ട് പിന്നെ ലാസ്റ്റ് അത് ഒന്നിനും പറ്റില്ല. അപ്പോൾ ഉപ്പൊക്കെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമുക്കിത് ഉണ്ടാക്കാനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു കഷ്ണം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വേവിക്കാം. അപ്പോൾ ആദ്യം ഞാൻ പാത്രമൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മളിതൊന്ന് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മേൽഭാഗം വേറൊരു ഫ്രൈ പാനിലിട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ വേറൊരു പാത്രം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിലോ നെയ്യോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ പാത്രത്തിലുള്ളത് നമുക്കിതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അടിഭാഗമൊക്കെ കരിയാതെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ മുകൾ ഭാഗം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇറച്ചിപ്പോള ഇവിടെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.